السلام عليكم ورحمة الله وبركاته. كيف حالكم؟ شلونكم؟ شو أخباركم؟ عساكم طيبين إن شاء الله. مرحبا بكم إلى فصل جديد. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. പ്രാക്ടീസ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നമ്മൾ കുറച്ച് തംറീനാത്ത് എന്ന് പറയാം പ്രാക്ടീസിന്. ഓക്കെ, പ്രാക്ടീസിന് തംറീനാത്ത് എന്ന് പറയാം. തംറീനാത്ത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, ഫി അയ്യ ഖിസ്മിൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫി അയ്യ ഖിസ്മിൻ യതഅല്ലം മാസിൻ ഫി അയ്യ മർഹല, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? അയ്യ ഖിസ്ം, ഖിസ്മറ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി എന്നൊക്കെയാണ് മീൻ. അപ്പൊ ഏത് ഫാക്കൽറ്റിയിലാണ് യതഅല്ലം മാസിൻ, മാസിൻ പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്റെ ഉത്തരം എന്തായിരുന്നു? യതഅല്ലം മാസിൻ ഫി ഖിസ്ം അൽ ഹൻദസ അൽ മെക്കാനിക്കിയ, അല്ലെ? മെക്കാനിക് എഞ്ചിനീയറിംഗിലാണ് ആര് പഠിക്കുന്നത്? മാസിൻ അഹമ്മദ് പഠിക്കുന്നത്. ഫി അയ്യ മർഹല, എത്രാമത്തെ വർഷമാണ്, എത്രാമത്തെ എന്താ പറയാ ഇയർ ആണെന്ന്? ഫി അയ്യ മർഹല, ഏത് ഇയറിലാണ്? ഫി മർഹലത്ത് സന അൽ ഊല. ഓക്കെ, സന അൽ ഊല ഫസ്റ്റ് ഇയറിലാണല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ മൊത്തത്തിൽ ഉത്തരം എഴുതാ വെച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. മാസിൻ അഹമ്മദ് യതഅല്ലം അൽ ഹൻദസ അൽ മെക്കാനിക്കിയ വഫി മർഹലത്തിൽ ഊല, ഇങ്ങനെ മതി. ഓക്കെ, മാദാ യദ്റുസ് അബ്ദുള്ള, അബ്ദുള്ള എന്താ പഠിക്കുന്നത്? അബ്ദുള്ള പഠിക്കുന്നത് എന്താണ്? അല്ല, യദ്റുസ് അബ്ദുള്ള അൽ-ലുഗത അറബിയ, അറബി ഭാഷയാണ് പഠിക്കുന്നത്, അല്ലെ? ഓക്കെ, മാദാ യഅമൽ വാലിദു അബ്ദില്ല, അബ്ദുള്ളയുടെ ഉപ്പ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ക്ലാസ്സിൽ ചർച്ച ചെയ്തു, അല്ലെ? അബ്ദുള്ളയുടെ ഉപ്പ ഫല്ലാഹായിരുന്നു, കർഷകനായിരുന്നു. അപ്പൊ എന്ത് ഉത്തരം എഴുതാം? കാന വാലിദു അബ്ദില്ല ഫല്ലാഹൻ, കാന വാലിദു അബ്ദില്ല ഫല്ലാഹൻ, അബ്ദുള്ളയുടെ ഉപ്പ ഒരു ഫല്ലാഹൻ, കൃഷിക്കാരനായിരുന്നു, അല്ലെ? കൈഫ തഅല്ലമ മാസിൻ اللغة العربية وهو طالب في قسم الهندسة الميكانيكية, എങ്ങനെയാണ് മാസിൻ അഹമ്മദ് അറബി ഭാഷ പഠിച്ചത്? അവൻ طالب في قسم الهندسة الميكانيكية, മെക്കാനിക് എഞ്ചിനീയറിംഗിലെ ഒരു വിദ്യാർത്ഥിയാണല്ലോ. എന്നിട്ട് പോലും അവൻ എങ്ങനെ അറബി സംസാരിക്കാൻ കഴിഞ്ഞു? എന്ന് പറഞ്ഞു. എന്താണ്? അബൂഹു വ ഉമ്മുഹു, അവന്റെ അബൂഹു ഉപ്പയും വ ഉമ്മുഹു ഉമ്മയും യുഅല്ലിമാനിഹി അവനെ പഠിപ്പിച്ചു അൽ-ലുഗത്തൽ അറബിയ, അല്ലെ? അറബി ഭാഷ പഠിച്ചു. ഇത്ര മാത്രം മതി. ഇങ്ങനെ പറഞ്ഞാൽ മതി. അബൂഹു വ ഉമ്മുഹു യുഅല്ലിമാനിഹി അൽ-ലുഗത്തൽ അറബിയ. ആണെങ്കിൽ ഇതും നമുക്ക് ആഡ് ചെയ്യാം. വ നശഅ, മാസിൻ അഹമ്മദ് വളർന്നു. ഫി ബിഅ അറബിയ, അറബി അന്തരീക്ഷത്തിലാണ് വളർന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ സെന്റൻസ് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അബൂഹു വ ഉമ്മുഹു യുഅല്ലിമാനിഹി അൽ-ലുഗത്തൽ അറബിയ വ നശഅ, വളർന്നു. ആര്? മാസിൻ അഹമ്മദ് വളർന്നു. ഫി ബിഅ അറബിയ, ഒരു അറബി എൻവിറോൺമെന്റിലാണ് വളർന്നത്. ഓക്കെ, ഓക്കെ. മാദാ ഖാലത് വാലിദത്തു മാസിൻ അൻ കൈഫിയ്യത്ത് ഇക്തിസാബിൽ മഹാറ ഫിൽ ലുഗത്തിൽ അജ്നബിയ, മാസിൻ അഹമ്മദിന്റെ ഉമ്മ വ്യത്യസ്ത ഭാഷകൾ, നമ്മുടെ മാതൃഭാഷയല്ലാത്ത വ്യത്യസ്ത ഭാഷകൾ സ്വായത്തമാക്കാനുള്ള ശൈലി, രൂപം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്താണ് മാസിൻ അഹമ്മദിന് ഉമ്മ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മാസിൻ അഹമ്മദിന് ഉമ്മ പറഞ്ഞ എന്താ? അൽ മുമാറസ, അല്ലെ? പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഖാലത് വാലിദത്ത് മാസിൻ അൻ കൈഫിയ്യത്ത് ഇക്തിസാബിൽ മഹാറ ഫിൽ ലുഗത്തിൽ അജ്നബിയ, എന്നിട്ട് രണ്ട് കുത്തിട, അതായത് മഹാറ, മറ്റുള്ള ഭാഷകളിൽ അറബി ഭാഷ എന്നാവട്ടെ ഏത് ഭാഷയായാലും ശരി, മറ്റുള്ള ഭാഷകളിൽ നമുക്ക് നമ്മുടെ സ്കില്ല് വളർത്തിയെടുക്കാനുള്ള കഴിവിനെ കുറിച്ച് കാലത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നിട്ട് നുക്തത്തൈൻ ഫസലത്തൈൻ, രണ്ട് നുക്ത ഇടാം. പറഞ്ഞു എന്നുള്ളതിന്റെ ചിഹ്നം ഉണ്ടല്ലോ. എന്നിട്ട് അതിനുശേഷം പറയാ ഇന്നഹാ ബിൽ മുമാറസ, ആ ഇക്തിസാബ്, നമുക്ക് സ്കില്ല് നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ്? ബിൽ മുമാറസ. മുമാറസ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിലൂടെയാണ് നേടിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് കൊണ്ടാണ് നേടിയെടുക്കേണ്ടത് എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഖാലത് വാലിദത്തു മാസിൻ അൻ കൈഫിയ്യത്ത് ഇക്തിസാബിൽ മഹാറ ഫിൽ ലുഗത്തിൽ അജ്നബിയ എന്ന് പറഞ്ഞിട്ട് എന്താവാ? എന്താണ് പറഞ്ഞത് എന്നുള്ള കോട്ടിതായി. ഇന്നഹാ ബിൽ മുമാറസ എന്ന് പറഞ്ഞിട്ടുണ്ടായി കോട്ടിതായി. ഓക്കെ, മാദാ തഫ്ഹം മിൻ ബൈത്ത് ഹാഫിൾ അൻ കൗനിൽ ഉമ്മി മദ്രസ,
ഉമ്മ ഒരു വിദ്യാലയമാണ് എന്ന് സംസാരിക്കുന്ന ഹാഫിൽ ഇബ്രാഹിം, അവർ മിസ്രിലെ കവിയാണ് അല്ലെ. ഷായർ നീൽ, നൈൽ നദിയുടെ കവി. ഷായർ നീലി ഷാബ്, നാഷണാലിറ്റിയുടെയും നൈൽ നദിയുടെയും കവി എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കവിയാണ് ഹാഫിൽ ഇബ്രാഹിം. അവർ മിസ്രിയാണ്, ഈജിപ്ഷ്യനാണ്. അപ്പൊ അവരുടെ ആ ഒരു കവിതയിൽ നിന്ന് അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി എന്ന് പറയുന്ന കവിതയിൽ നിന്ന് നീ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കി അല്ലെ, സ്ത്രീ വിദ്യാഭ്യാസം നേടുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി. അപ്പം നമുക്ക് എഴുതാം നഫ്ഹം, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അഹമ്മീയത്ത്, പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഇക്തിസാബുൽ ഉലൂം, അറിവ് കരസ്ഥമാക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ലിന്നിസ, സ്ത്രീകൾക്ക് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? എനിക്ക് ഒരുപാട് രൂപത്തിൽ എഴുതാം. ഒരു രൂപം ഞാൻ പറഞ്ഞ നഫ്ഹം മിൻ ബൈത്തി ഹാഫിൽ അൻ കൗനിൽ ഉമ്മി മദ്രസ. എന്താ മനസ്സിലാക്കിയത്? അഹമ്മീയത്ത് ഇക്തിസാബുൽ ഉലൂം ലിന്നിസാ. ഓക്കെ, നമ്മൾ സ്ത്രീകൾക്ക് വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആ കവിത സംസാരിക്കുന്നു. ഓക്കെ, മാഹിയ ഫുറസുൽ അമൽ അമാമ ദാരിസി ലുഗൽ അറബിയ ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം എന്തൊക്കെയാണ് അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ സാധ്യത? ഹുനാക് ഫുറസ്, നമുക്കിങ്ങനെ ആൻസർ ചെയ്യാം. ഹുനാക്, there is, ഇവിടെ ഉണ്ട്. there are ഫുറസ്, there are many opportunities. ഹുനാക് ഫുറസ്, ഇവിടെ എന്തുണ്ട്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. ലി താലിബി അൽ-ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഫി മജാലി താലീം, അധ്യാപന മേഖലയിൽ. ഫി മജാലി താലീം, അധ്യാപന മേഖലയിൽ സാധ്യതയുണ്ട്. ഫി മജാലി തർജമ, ട്രാൻസ്ലേഷൻ മേഖലയിൽ എന്തുണ്ട്? സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹുനാക് ഫുറസ് മുതഅദ്ദിദ, ഹുനാക് ഫുറസ് മുതഅദ്ദിദ ലിതാലിബി അൽ-ലുഗത്തുൽ അറബിയ ഫി മജാലി തഅലീം, അധ്യാപന മേഖലയിൽ. ഫി മജാലി തർജമ, ട്രാൻസ്ലേഷൻ ഫീൽഡിലൊക്കെ എന്തുണ്ട്? ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, മാ ഹിയൽ മഹാസീൽ അല്ലതി യസ്റഉഹാ വാലിദു അബ്ദുല്ലാഹ് ഫി അറാളി. എന്ന് പറഞ്ഞു അബ്ദുള്ളയുടെ ഉപ്പ ഒരു കർഷകനായിരുന്നു അല്ലെ. അപ്പൊ കർഷകനായ അബ്ദുള്ളയുടെ ഉപ്പ എന്തെല്ലാമാണ് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നത്? എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു? മുഖ്തലിഫുൽ മഹാസിൽ, കാന യസ്റഉ മുഖ്തലഫൽ മഹാസിൽ, വ്യത്യസ്തമായ വിളവുകൾ ആര്? ഉപ്പ, അബ്ദുള്ളയുടെ ഉപ്പ കൃഷി ചെയ്യുമായിരുന്നു. മിൻഹ, അതിൽപ്പെട്ടതാണ് ഖംഹ്, ഗോതമ്പ്. വൽ അറുസ്, അരി. വൽ അദസ്, പരിപ്പ്. വൽ ഖളറവാത്ത്, പച്ചക്കറികൾ അല്ലെ. ഇതൊക്കെ ആര് കൃഷി ചെയ്തതാണ്? അബ്ദുള്ളയുടെ ഉപ്പ കൃഷി ചെയ്തത്. ഓക്കെ, ഹൽ കാന അബ്ദുള്ള സഈദൻ അലാ നജാഹി ഫി ഇംതിഹാൻ ഖബൂൽ ഫിൽ ജാമിഅ തബഅൻ, അല്ലെ. അബ്ദുള്ള ആയിരുന്നോ സഈദൻ? ഹൽ എന്ന് പറഞ്ഞാൽ ആയിരുന്നോ. കാന സഈദ്, അബ്ദുള്ള ആയിരുന്നോ സഈദൻ, സന്തോഷവാനായിരുന്നോ? അലാ നജാഹി ഫി ഇംതിഹാൻ ഖബൂൽ ഫിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ടെസ്റ്റിൽ വിജയിച്ചത് കാരണത്താൽ അവൻ ഹാപ്പി ആയിരുന്നോ? ഇതിന് ഉത്തരം എന്ത് പറഞ്ഞാൽ മതി? നഅം, യെസ്. നഅം കാന അബ്ദുള്ള സഈദൻ. ഹല്ല ഒഴിവാക്കുക, ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്താ ആൻസർ ആക്കാം. ഈ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആയത് ഹല്ല് ഉണ്ടായത് കൊണ്ടാണ്. ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ, ആണോ എന്ന് അർത്ഥം വരുന്ന ഹല്ല് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഹല്ല് ഒഴിവാക്കി ആണ് എന്ന് അർത്ഥം കിട്ടും. അപ്പൊ കാന അബ്ദുള്ള സഈദൻ അല നജാഹി ഫി ഇംതിഹാൻ ഖബൂൽ ഫിൽ ജാമിഅ ഇതേ ആൻസറിൽ അതിന്റെ ഫസ്റ്റ് എന്താ? ഒരു നാം എന്നിട്ടൊരു കോമഡ്, നാം, യെസ്, ഒരു കോമഡ്. അതിനുശേഷം കാന അബ്ദുള്ള സഈദൻ അല നജാഹി ഇംതിഹാൻ ഖബൂൽ ഫിൽ ജാമിഅ. സിമ്പിൾ ആണ്. أي مرتبة احتلتها الجامعة الملية الإسلامية في التصنيف الوطني الأخير للجامعات الهندية. ലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഗ്രേഡിംഗ് ലിസ്റ്റിൽ എത്രാമത്തെ ഗ്രേഡാണ് ഏതിനുള്ളത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിക്കുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇഹ്തല്ലത്ത് അൽ ജാമിഅ അൽ മില്ലിയ അൽ ഇസ്ലാമിയ ഫി തസ്നീഫ് അൽ വതനി അൽ അഖീർ, ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് الجامعات الهندية في المرتبة الثالثة, അല്ലെ. മൂന്നാമത്തെ റാങ്ക് ആണല്ലോ. അപ്പൊ
തേർഡ് റാങ്കിന് മർത്തബ സാലിസ. ഓക്കെ, അപ്പോൾ احتلت الجامعة الملية الإسلامية في التصنيف الوطني الأخير للجامعات الهندية في المرتبة الثالثة. അവസാനം എന്താ في المرتبة الثالثة എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, بدأ مازن يحس بالغربة ويشتاق لأهله. അവിടെ يحس بالغربة അതേപോലെ يشتاق لأهله എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും തഷ്താഖ് തഹിസ് എന്നല്ല. കാരണം തഷ്താഖ് തഹിസ് എന്നൊക്കെ അതൊക്കെ ഫീമെയിലിന് ഉപയോഗിക്കുന്ന വേർഡുകളാണ്. എന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസിലും. മാസിൻ തുടങ്ങി, യഹിസ് ഫീൽ ചെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത്. അപ്പോ യഹിസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ ആ യഹിസ് എന്നുള്ള പ്രസന്റ് ടെൻസിൽ തഹിസ് ഫസ്റ്റ് ത ആക്കി മാറ്റിയാൽ അത് ഫീമെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നതാവും. അതേപോലെ തന്നെയാണ് യഷ്താഖ് എന്നുള്ളത്, അതും പ്രസന്റ് ടെൻസ് ആണ്. അത് ത എന്നാക്കി മാറ്റിയാൽ ഫീമെയിൽ വേർഡ് ആവും. അപ്പൊ ഉദാഹരണം ഇവിടെ മാസിന് പകരമായിട്ട് അവിടെ ഒരു സഈദ അല്ലെങ്കിൽ ഫാത്തിമ എന്നൊക്കെ ആണെങ്കിൽ എങ്ങനെ പറയണം? ബദഅത് സഈദ തഹിസ് ബിൽ ഗുർബ വതഷ്താഖ് ലിഅഹ്ലിഹ. അവിടെ താ കൊടുക്കണം, കാരണം അത് ഫീമെയിൽ ആയതുകൊണ്ട്. അപ്പൊ മെയിൽ ആയതുകൊണ്ടാണ് അവിടെ യാ കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് വന്നത് അല്ലെ, അറബി ഭാഷ ഫാക്കൽറ്റിയിൽ പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. അഫ്ദൽ ഖിസ്ം ലില്ലുഗത്തിൽ അറബി, അറബി ഭാഷയ്ക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റിയായി എണ്ണപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയാണ്. അവിടെ അറബി ഭാഷ ഫാക്കൽറ്റി അവിടെ അല്ലദി യുഅ്തബർ എന്നാണ് ശരി, അല്ലത്തി തുഅ്തബർ എന്നല്ല, അല്ലദി യുഅ്തബർ എന്നാണ് ശരി. കാരണം ഖിസ്മുൽ ലുഗൽ അറബിയ എന്നുള്ളത് എന്ത് വേർഡാണ്? മെയിൽ വേർഡാണ്. മെയിൽ വേർഡ് ആവുമ്പോൾ അല്ലദി എന്നാണ് ചേർക്കേണ്ടത്. ഖിസ്മ എന്നുള്ളത് മെയിൽ വേർഡ് ആയതുകൊണ്ട്. ഓക്കെ, അതിന്റെ സ്ഥാനത്ത് വേറെ ഫീമെയിൽ വേർഡ് ആയിരുന്നുവെങ്കിൽ അവിടെ അല്ലത്തി തുഴത്തബർ എന്നാണ് പറയാ. ഇവിടെ കറക്റ്റ് അല്ലതി തുഴത്തബർ. നമുക്ക് ഇവിടെ ഒരു 5 പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ 5 പദങ്ങളിൽ നമുക്ക് സെന്റൻസ് അർത്ഥം പൂർത്തിയാകുന്ന ഒരു സെന്റൻസ് ജുംലത്തുൽ മുഫീദ എന്ന് പറയാ. അൽ മർത്തബ സാലിസ അല്ലെ, 3ാം റാങ്ക്. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാല മുഹമ്മദ് സയ്യിദ് കരസ്ഥമാക്കി ഫിൽ മാജിസ്റ്റീർ, അവന്റെ MA പഠനത്തിൽ അൽ മർത്തബത്ത സാലിസ, 3ാം റാങ്ക് കരസ്ഥമാക്കി. അപ്പൊ നാല കരസ്ഥമാക്കി, മുഹമ്മദ് സയ്യിദ് ഫി ദിറാസത്തിഹിൽ മാജിസ്റ്റീർ അൽ മർത്തബ സാലിസ, അവന്റെ മാജിസ്റ്റീർ പഠനത്തിൽ എന്ന് വെച്ചാൽ MA പഠനത്തിൽ അവൻ 3ാം റാങ്ക് കരസ്ഥമാക്കി. തശറഫ്തു എന്ന് പറയാം, അതൊരു പ്രയോഗമാണ്. അപ്പൊ നമുക്ക് പറയാം, നിന്നെ കണ്ടതിൽ ഞാൻ വളരെയധികം എന്താ പറയാ പ്രൗഡായി കാണുന്നൊക്കെ പറയാം നമ്മള്. തശറഫ്തു ബിലിഖായിക്, തശറഫ്തു ബിമഅരിഫതിക്, നിന്നെ അറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷമായി, പ്രൗഡായി. ഓക്കെ, അസ്തഫീദ് എന്ന് പറഞ്ഞാൽ ഉപകാരം എടുക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം അന അസ്തഫീദു മിൻക കസീറൻ, അന അസ്തഫീദു മിൻ ഹാദിഹിൽ ജാമിഅത്തി കസീറൻ, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് ഉപകാരം, ഒരുപാട് ഇൽമ്, ഒരുപാട് വിജ്ഞാനം കരസ്ഥമാക്കുന്നു പറയാം. ഓക്കെ, ഇഹ്തമ്മ എന്ന് പറഞ്ഞാൽ ഗൗനിക്കുക എന്ന് പറയാം, ശ്രദ്ധ കൂടുതൽ ചെലുത്തുക എന്നൊക്കെയാണ് മീൻ. അപ്പൊ പറയാം വാലിദി, എന്റെ ഉപ്പ, വാലിദി ഇഹ്തമ്മ ലിതഅലീമി ലുഗത്തിൽ അറബിയ, ഇഹ്തമ്മ ബിതഅലീമി ലുഗത്തിൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കൽ കൊണ്ട് എന്റെ ഉപ്പ വളരെയധികം ഗൗനിച്ചു, വളരെയധികം പ്രാധാന്യം കണ്ടു എന്നൊരു മീനിങ്. ഓക്കെ, ഇഹ്തമ്മ. നിസ്ബത്ത് തൗലീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്ങും ജോലി സാധ്യത എന്നാണ്. അപ്പൊ നമുക്ക് പറയാം നിസ്ബത്തു തൗലീഫ് لطلاب هذه الجامعة عالية جدا. نسبة التوظيف ജോലി സാധ്യത لطلاب هذه الجامعة, ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കുള്ള ജോലി സാധ്യത عالية جدا, വളരെയധികം ഹൈ ആണെന്ന് നമുക്ക് പറയാം. ശരി, അപ്പൊ നെക്സ്റ്റ് ടെംപ്ലേറ്റിലേക്ക് പോകാം. അടുത്തത് നമുക്ക് ഇത് എഴുതാനുള്ളതാണ്, ഇത് ഇതേപോലെ എഴുതാനുള്ളതാണ്. ഓക്കെ, മാസിൻ അഹമ്മദ് താലിബ് ഷാബ്, അത് നിങ്ങൾ എഴുതണം. നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടല്ലോ, അത് നിങ്ങൾ സ്വന്തം കൈയക്ഷരം ഉഷാറാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അറബി ഭാഷ എഴുതി ശീലിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എഴുതണം. നമുക്ക് ഇനി 5ാമത്തെ തംബ്രീൻ എന്ന് പറയുന്നത്, 5ാമത്തെ തംബ്രീൻ പ്രാക്ടീസ് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അപ്പൊ 5 അറബി സെന്റൻസുകൾ ഉണ്ട്, അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? മാസിൻ അഹമ്മദ് طالب شاب يبلغ من العمر 18 سنة, جاء إلى دلهي من قرية كالينفور في ولاية راجستان
ليلتحق بالسنة الأولى في بكالوريوس الهندسة الميكانيكية في الجامعة الإسلامية الملية الإسلامية അല്ലെ. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? മാസിൻ അഹമ്മദ് താലിബ് ഷാബ്, മാസിൻ അഹമ്മദ് ഈസ് an 18-year old student എന്നാണ്. മാസിൻ അഹമ്മദ് താലിബ് ഷാബ് يبلغ من العمر 18 سنة എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. മാസിൻ അഹമ്മദ് ഈസ് an 18 years old student. ഓക്കെ. جاء إلى دلهي من قرية كليمفور في ولاية راجستhan. അതാണ് he came to Delhi from Kalimpur village in the state of Rajasthan. എന്തിനു വേണ്ടി ദില്ലി يلتحق بالسنة الأولى അല്ലെ, to join the first year في بكالوريوس الهندسة المكانية of the bachelor's degree in mechanical engineering في الجامعة الملية الإسلامية at جامعة الملية الإسلامية University. Okay, next. وكان سعيدا جدا على نجاحه في امتحان القبول بهذه الجامعة العريقة. He was very happy to have passed the entrance examination of this prestigious university التي تحتل المرتبة الثالثة في التصنيف الوطني للجامعات الهندية, which ranks third in the national ranking of Indian universities. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്കുള്ള നാഷണൽ റാങ്കിങ്ങിൽ മൂന്നാമത്തെ സ്ഥാനമാണ് എന്ത് വഹിച്ചത്? ജാമിഅ മില്ലിയ യൂണിവേഴ്സിറ്റി വഹിക്കുന്നത്. അതാണ് വിച്ച് റാങ്ക്സ് third in the national ranking of Indian University. Okay, next. وقد جاء إلى دلهي برافقة والده وأخته الصغيرة. أدان he came to Delhi accompanied by his father and his sister and his younger sister. ഇവിടെ നോക്കൂ, accompanied എന്ന് പറഞ്ഞാൽ برافقة, അതിന് ട്രാൻസ്ലേഷൻ accompanied. التي كانت تدرس في الصف الثامن في مدرسة قريتها. التي كانت أي who was, التي كانت نرى who was studying, تدرس نرى studying in the 80th grade لا في الصف الثامن in the 80th grade at her village school في مدرسة قريتها. اوكي. وبعد أن تمت إجراءات القبول في الجامعة after the admission procedures at the university were completed. അതാണ് بعد أن تمت إجراءات القبول في الجامعة ന്റെ English translation. وعاد أهله إلى بيته بعد أسبوع and his family returned to home a week later. بدأ مازن يحس بالغربة واشتاق لأهله. مازن started feeling lonely and missing his family. Okay. وإذ هو جالس وحيدا في أحد مقاهي الجامعة. While he sitting alone in one of the university cafes, لاحظه طالب شاب, a young student, لاحظه طالب شاب هو الآخر جديد في الجامعة. لاحظه طالب شاب and noticed, لاحظ نرى noticed نرى. Okay. Okay. طالب شاب, young student, هو الآخر جديد في الجامعة, who was also new to the university. Okay. അപ്പോൾ മൊത്തത്തിലുള്ള സെന്റൻസ് നോക്കൂ. While he was sitting alone in one of the university cafes, a young student who was also new to the university noticed him. Okay. മാസിന് പറയാണ്, يسعدني كثيرا نجاحك صديقي أنا أيضا سعيد جدا على أن تم لي القبول في قسم الهندسة الميكانيكية. മെക്കാനിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എനിക്ക് എൻട്രൻസ് ടെസ്റ്റ് കിട്ടിയത് കാരണത്താൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ലേ? നിനക്കും നിന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്നു, നിനക്ക് എന്നെ ഒരുപാട് സന്തോഷിക്കുന്നു, നിന്റെ ആ ഒരു വിജയം എന്നെ സന്തോഷിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെയാ പറയാ? മൈ ഫ്രണ്ട്, യുവർ സക്സസ് മേക്സ് മീ വെരി ഹാപ്പി. ഐ ആം ഓൾസോ വെരി ഹാപ്പി ദാറ്റ് ഐ ഹാവ് ബീൻ അഡ്മിറ്റഡ് على أن تم لي القبول to the Department of Mechanical Engineering في قسم الهندسة الميكانيكية. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഓക്കെ, my friend, your success makes me very happy. صديقي, نجاحك يسعدني كثيرا. I will spare no effort. ഞാൻ എൻ്റെ ഒരു പരിശ്രമം ഞാൻ പാഴാക്കൂല. لن أدخر أي جهد in benefiting from the academic environment
of the university في الاستفادة benefiting استفادة من البيئة الأكاديمية academic environment في الجامعة at the university of the university. Okay. I will pass out from her with flying colors and raise the reputation of my university and my parents. سأتخرج من هنا بتفوق. I will pass out from her with flying colors. And then the meaning أنا سأتخرج من هنا بتفوق. Okay. وسأرفع سمعة جامعتي ووالدي. And raise, raise the reputation. سمعة reputation of my university and my parents. سمعة جامعتي ووالدي. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. വേണമെങ്കിൽ വേറെ രീതിയിലും രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനെ രണ്ടും കൊടുത്തത്. سأتخرج من هنا بدرجات ممتازة. നല്ല മാർക്കുകൾ ഞാൻ വിജയിക്കും. وسأرفع مكانة جامعتي ووالدي. രണ്ടും പറയാം. Okay. Mazin started feeling lonely and missing his family. بدأ مازن يشعر. അവിടെ يحس എന്ന് പറയാം, يشعر എന്ന് പറയാം. ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. بالغربة loneliness. ويشتاق إلى أهله missing his family. ല്ലേ? My parents have high hopes on me. അത് നമുക്ക് എന്റെ രക്ഷിതാക്കൾക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ലദാ വാലിദയ്യ ആമാൽ കബീറ മുഅല്ലക അലയ്യ. അങ്ങനെ വേണമെങ്കിൽ പറയാം. യുഅല്ലിഖു വാലിദായ ആമാൽ കബീറ അലയ്യ എന്നൊക്കെ നമുക്ക് പറയാം സെന്റൻസ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് 5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഓർഡർ അല്ല, അത് നമ്മൾ ഓർഡർ ആക്കണം. ഓക്കെ, ഫസ്റ്റ് കൊടുക്കേണ്ടത് മാസിൻ. ഫസ്റ്റ് 5ാമത്തെ സെന്റൻസ് ആണ്. മാസിൻ അഹ്മദ് താലിബ് ഷാബ് ബാലിഗ് മിൻ ഉംരിഹി 18 സന. അല്ല, അവിടെ 18 എന്നല്ല 18 സന. ശരി, അവിടെ മിസ്റ്റേക്ക് അവിടെ ശരിയായത്തിൽ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ചോദിക്കാം. 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് അഹമ്മദ് താലിബ്. മാസിൻ അഹമ്മദ് അല്ലെ? മാസിൻ അഹമ്മദ് എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത് എന്താണ്? ജാ ഇലാ ഡൽഹി. അത് രണ്ടാമത് കൊടുക്കുക. ഫസ്റ്റ് ഡൽഹിയിലേക്ക് വന്നു, അതായത് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ ഡൽഹിയിലേക്ക്, രാജസ്ഥാനിലെ ആ ഒരു കലീംപൂർ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ഉപ്പയോടുകൂടെയും ഉമ്മയോടുകൂടെയും സഹോദരിയുടെയൊക്കെ വന്നു ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ചെയ്യാൻ വേണ്ടി വന്നൂലെ? അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് ബാദ അൻ തമ്മത് ഇജ്റാഅത്തുൽ ഖബൂൽ എന്നുള്ള 4ാമത്തെ സെന്റൻസ് ആണ് മൂന്നാമത്തെ കൊടുക്കുന്നത്. അതായത് കബൂൽ, എൻട്രൻസ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയതിനു ശേഷം എന്തായി? അവന്റെ കുടുംബം നാട്ടിലേക്ക് പോയി. അപ്പൊ അവൻ എന്തായി? ഒരു ലോൺലിനെസ്സും മിസ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞല്ലേ? അതാണ് മൂന്നാമത്തത്. 4ാമത്തത്, അതായത് 4ാം സെന്റൻസ് ആണ് മൂന്നാമത്തെ കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തത് കൊടുക്കുക. മൂന്നാമത്തെ 4ാമത്തേക്ക് കൊടുക്കുക. ഫലം യസ്ബഖ് ലഹു ലിഖാം. അവൻക്ക് അവന്റെ വീട്ടിൽ നിന്ന് പുറത്ത് 2 ദിവസത്തിനേക്കാൾ കൂടുതൽ നിന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഫീലിങ്സ് വരും അല്ലെ? വലം യൂജദ് ലഹു ഫിൽ ജാമിഅ സദീഖുൻ യുആനിസ്. അവൻക്ക് ഇവരൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ശേഷം കൊടുക്കുന്നത്. അതിനുശേഷമാണ് വക്കാന സഈദൻ ജിദ്ദൻ അലാ നജാഹി. രണ്ടാമത്താണ് ഏറ്റവും ലാസ്റ്റ് വരെ, 5ാമത്തെ വരെ. അവൻ അങ്ങനെ ഒരു സന്തോഷവാനായിരുന്നു. അങ്ങനെ അവൻ കഫേലിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനെ കണ്ടു അല്ലെ? അബ്ദുള്ളയെ കണ്ടു. അങ്ങനെയാണ് ഇടയ്ക്കുള്ള ഓർഡർ വരിക. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു സെന്റൻസ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമുക്ക് കിട്ടിയ ഒരുപാട് വേർഡുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം സബക്ക. സബക്ക യസ്ബിഖു എന്ന് പറഞ്ഞ സബക്ക എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. യസ്ബിഖു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനും പ്രസന്റിനും പറയും. അതുപോലെ അക്കാമ എന്ന് പറഞ്ഞ പാസ്റ്റ്, യുക്തീം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓർ പ്രസന്റ് ഒക്കെ പറയും. ഓക്കെ, ഇഷ്ടാക്ക. അപ്പൊ സബക്ക പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് അനുഭവം ഉണ്ടാവുക, അല്ലെങ്കിൽ മുൻ കടക്കുക. അപ്പൊ സബക്കലി, എനിക്ക് മുമ്പ് ഉണ്ടായി. സബക്കലി. ഉദാഹരണം പറയുകയാണെങ്കിൽ സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ സബക്കലി അൻ അക്തുബ് റിസാല മൗദൂ അൽ-ലുഗത്തുൽ അറബിയ്യ വഅസറുഹാ ഫിൽ ആലം. ഉദാഹരണം പറയാം. സബക്കലി, എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അൻ അക്തുബ് റിസാല, ഞാൻ ഒരു മുമ്പ് എന്ത്? അൻ അക്തുബ് റിസാല, ഒരു അക്തുബ് റിസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തിസീസ് ചെയ്തിട്ടുണ്ട്. ഫി മൗദൂ അൽ-ലുഗത്തുൽ അറബിയ്യ, അറബി ഭാഷ വിഷയത്തിൽ ഒരു തിസീസ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അവിടെ സബക്ക കൊടുക്കുന്നത്. ഓക്കെ, യസ്ബിഖു എന്ന് പറഞ്ഞാൽ അത് ഉദാഹരണം പറയുകയാണെങ്കിലും യസ്ബിഖ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പാസ്റ്റ് ടെൻസ്. സബക്കാരുടെ പാസ്റ്റ് ടെൻസ് ആണ്. യസ്ബിഖ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അവിടെ എന്താ യസ്ബിഖ് മുൻകടന്നുകൊണ്ടിരിക്കുന്നു, മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനൊക്കെ യസ്ബിഖ് എന്ന് പറയും. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ
യസ്ബിഖ് മാസിൻ, മാസിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫി മുബാറാത്തിൽ ഖുറ, പന്ത് കളിയിൽ, ഫുട്ബോൾ കളിയിൽ. മുബാറാത്തിൽ ഖുറ തറ ഫുട്ബോൾ. അപ്പൊ യസ്ബിഖ് മാസിൻ ഫി മുബാറാത്തിൽ ഖുറ. ഓക്കെ, മുബാറാത്തിൽ ഖുറ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മത്സരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രസന്റിനാണ് യസ്ബിഖ്. നോക്കൂ, അടുത്ത ഇഷ്താഖ. ഇഷ്താഖറ മിസ് ചെയ്തു, ഇഷ്താഖറ മിസ് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഇഷ്താഖ മാസിൻ ഇലാ അഹ്ലിഹി, ഇഷ്താഖു മാസിൻ ഇലാ അഹ്ലിഹി. ഓക്കെ, ലൻ ഉദ്ദഖിറ വുസ്അൻ, ലൻ ഉദ്ദഖിറ വുസ്അൻ, ഞാൻ എന്റെ കഴിവിനെ പാഴാക്കൂല അല്ലെ. ലൻ ഉദ്ദഖിറ വുസ്അൻ ഫിൽ ഇസ്തിഫാദ അല്ലെ, ഞാൻ ബെനിഫിറ്റ് എടുക്കുന്നതിൽ, ഞാൻ ഉപകാരം എടുക്കുന്നതിൽ, വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ ഞാൻ ലൻ ഉദ്ദഖിറ വുസ്അൻ, ഞാൻ എന്താവൂല, ലൻ അദ്ദഖിർ, ലൻ അദ്ദഖിറ എന്നാണ് നല്ലത്. ലൻ അദ്ദഖിറ വുസ്അൻ, ഞാൻ പാഴാക്കൂല, വുസ്അൻ എന്റെ കഴിവിനെ പാഴാക്കൂല, ഫിൽ ഇസ്തിഫാദ മിൻ അൽ ബിഅ അൽ അക്കാദമിയ, അക്കാഡമിക് അന്തരീക്ഷത്തിൽ നിന്നും വിജ്ഞാനം കരഗതമാക്കുന്നതിൽ ഞാൻ ഒരു പരിശ്രമവും ഞാൻ പാഴാക്കൂല എന്ന്. ഓക്കെ, ഇഹ്താജ, ഇഹ്താജ്. അവിടെ ഇഹ്താജ എന്ന് പറഞ്ഞാൽ ആവശ്യമായി, ഇഹ്താജ് പറഞ്ഞാൽ ആവശ്യമാകുന്നതാണ്, ആവശ്യമാകുന്നു, അതിൽ ആവശ്യമാകും. ഇഹ്താജ് എന്ന് പറഞ്ഞാൽ പ്രസന്റിനും പറയും ഫ്യൂച്ചറിനും പറയും. ഓക്കെ, പ്രസന്റിനും ഫ്യൂച്ചറിനൊക്കെ ഒരേപോലെയാണ് അറബിയിൽ പറയുക. ഞാൻ ആവശ്യമായി. അപ്പൊ അനഹ്തജ്തു ഇല തഅലീമുൽ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കാൻ എനിക്ക് ഒരുപാട് എന്തിന്റെ ആവശ്യമുണ്ട്. അനഹ്തജ്തു ലിതഅല്ലുമിൽ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിക്കാൻ എനിക്ക് ഐ നീഡ്, അനഹ്തജ്തു എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അന അഹ്താജ്, ഹുവ യഹ്താജ്, ഹുവ അവൻ, യഹ്താജു അവൻ ആവശ്യമാകുന്നു, ഇല തഅല്ലുമിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കുന്നതിലേക്ക് അവൻ വളരെയധികം ആവശ്യമുള്ളവനാണ് എന്ന മീനിങ്ങിന് യഹ്താജ് അറിയാം. അല്ല പ്രസന്റ് അല്ല പാസ്റ്റ് ആണെങ്കിൽ യഹ്താജ് അവൻ ആവശ്യമായി, ഇല ലറൂരിയാത്തിൽ ഹയാത്ത് ജീവിതത്തിന്റെ ഒരുപാട് നിർബന്ധമായ ആവശ്യങ്ങളിലേക്ക് ആവശ്യമായി എന്നുള്ളതിന് ഇല ഹജിയാത്തിൽ ഹയാത്ത്, ഇല ലറൂരിയാത്തിൽ ഹയാത്ത് എന്ന് പറയാം. ഓക്കെ, അഖാമ താമസിച്ചു, യുക്കിമ താമസിക്കുന്നില്ല. അഖാമ മാസിൻ ഫി ഡൽഹി, ഡൽഹിയിൽ താമസിച്ചു. അവിടെ യുക്കീമു അബ്ദുള്ള ഫി ഡൽഹി, അബ്ദുള്ള താമസിക്കുന്നു എന്നുള്ള മീനിങ്. ഓക്കെ, തഷറഫ, തഷറഫ്, തഷറഫ പ്രൗഡായി, തഷറഫ പ്രൗഡ് ആകുന്നു എന്നുള്ള മീനിങ്. അപ്പൊ തഷറഫ മാസിൻ ബിലിഖായി അഹ്മദ്, അഹമ്മദിനെ കണ്ടപ്പോൾ മാസിൻ എന്തായി, വളരെയധികം പ്രൗഡായി. തഷറഫ് പ്രൗഡ് ആയിക്കൊണ്ടിരിക്കുന്നു. തഷറഫ് മാസിൻ ബിംതിയാസിഹി ഫി അൽ ഖിസ്ം, മാസിൻ അവന്റെ ഫാക്കൽറ്റിയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയത് കൊണ്ട് അവൻ പ്രൗഡ് ആയിക്കൊണ്ടിരിക്കുന്നു. യതശറഫ് മാസിൻ ബിംതിയാസിഹി ഫി അൽ ഖിസ്ം. ഓക്കെ, ലാഹദ നോട്ടീസ് ചെയ്തു എന്നാണ്, യുലാഹദ നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അവിടെ ലാഹദ മാസിൻ അബ്ദല്ല, യുലാഹദ മാസിൻ അബ്ദല്ല. അഗാദറ പറഞ്ഞ പോയി, യുഗാദിർ എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പൊ അഗാദറ തയ്യാറ മിനൽ മത്താർ, തയ്യാറ എന്ന ഫ്ലൈറ്റിലെ, അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് തയ്യാറ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ്. അപ്പൊ ആദറ തയ്യാറ ഫ്ലൈറ്റ് പോയി, മിനൽ മത്താർ എവിടുന്ന് പോയി, മിനൽ മത്താർ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് പോയി. യുഗാദിർ എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ്. അത് പാസ്റ്റ് എന്നുള്ളത് പ്രസന്റിലേക്ക് മാറും. അപ്പൊ ഉദാഹരണം മാസിൻ അല്ലെങ്കിൽ അഹ്ലു മാസിൻ, മാസിന്റെ കുടുംബക്കാർ, യുഗാദിർ പോകുന്നു, ഇല ബലദിഹി അവന്റെ നാട്ടിലേക്ക് പോകും. ഓക്കെ 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 നെക്സ്റ്റ് ഇൽതഹഖ. ഇൽതഹഖ അഡ്മിഷൻ, ചേരുക, ചേർന്നു. ഇൽതഹഖ പറഞ്ഞാൽ ചേരുന്നു എന്നുള്ള മീനിങ്. ഇൽതഹഖ പറഞ്ഞാൽ പാസ്റ്റ്, ഇൽതഹഖ പറഞ്ഞാൽ പ്രസന്റ്. ഇൻതബ പറഞ്ഞാൽ അറിഞ്ഞു, എൻതബി പറഞ്ഞാൽ എന്തായി, അറിയുന്നുണ്ട്. പെട്ടെന്ന് നോട്ടീസ് ചെയ്തു എന്നുള്ളതിനാണ് ഇൻതബഹ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാം, ഇൽതഹഖ മാസിൻ ബിൽ ജാമിയ അൽ മില്ലിയ അൽ ഇസ്ലാമിയ, ഇൽതഹഖ മാസിൻ ബിൽ ജാമിയ മില്ലിയ അൽ ഇസ്ലാമിയ. ഇൻതബഹ മാസിൻ അൽ ഖത്അ ഫിൽ കിതാബ്, മാസിൻ എന്തായി, കണ്ടു, അൽ ഖത്അ തെറ്റ് കണ്ടു, ഫിൽ കിതാബ് തെറ്റ് കണ്ടുപിടിച്ചു അല്ലെ. യൻതബിഹു അതിലേക്ക് മാസിൻ എന്തായി, ബോധേഡായി, ഇലൽ ഖത്ത് ഫിൽ കിതാബ. ഓക്കെ, അപ്പൊ ഇൻതബ പറഞ്ഞാൽ ആയി, ബോധേഡായി, യൻതബ ബോധേഡാകുന്നു, പ്രസന്റ് കിട്ടും. ഓക്കെ ഓക്കെ ലഖദ് തശറഫ്തു ബിമഅരിഫതിക് വസൗഫ അസ്തഫീദു മിൻക. നമുക്ക് ഒരാളെ, ഒരു വലിയ ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല അറിവുള്ള ഒരാളെ കാണുമ്പോൾ പറഞ്ഞിട്ട് പേരാണ്
I am honored to know you and I will benefit from you. Okay. Okay, നമുക്ക് ഇതില് ചില മിസ്റ്റേക്സ് ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയി കൊടുക്കാം. جاء إلى دلهي من قرية كالينفور في ولاية هريانة ليلتحق بسنة الأولى. ഇവിടെ കറക്റ്റ് എന്തായിരുന്നു സെന്റൻസ് നോക്കൂ. جاء ما جاء إلى دلهي من قرية كالينفور في ولاية راجستان ആണല്ലേ. ഓക്കെ. مازن أحمد طالب شاب يبلغ من العمر 18 سنة جاء إلى دلهي من قرية كالينفور في ولاية راجستان. هذا كاركتر. وكان سعيدا جدا على نجاحه في امتحان القبول بهذه الجامعة العريقة التي تحتل المرتبة الخامسة. أنجا رانجا أنا أللو മൂന്നാറാങ്ക് അല്ലേ. അപ്പൊ അല്ലത്തി തഹ്തൽ അൽ മർത്തബ അസ്സാലിസ എന്ന് പറഞ്ഞു. മൂന്നാറാങ്ക് ആണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 3-ാം സ്ഥാനം കൈവരിക്കുന്ന ജാമിഅ മില്ലിയ യൂണിവേഴ്സിറ്റി. അപ്പൊ മർത്തബ സാലിസ എന്ന് പറയുന്നത്. ഓക്കെ. ഖിസ്മു ലുഗത്തിൽ അറബിയ യുഅ്തബർ അഫ്ളൽ ഖിസ്ം ലിലുഗത്തിൽ അറബിയ ഫിൽ ജാമിഅത്തിൽ ഹിന്ദിയ لأن أساتذتها متميزون. കറക്റ്റ് ആണ് അല്ലെ, പ്രശ്നങ്ങളൊന്നുമില്ല. മാസിൻ അപ്പൊ അത് കറക്റ്റ് ആണ്. മാസിൻ യൻതമി ഇല മൻതിഖ നൂഹ് ഫി വിലായ മിൻതഖ എന്ന് പറയാം. മിൻതഖാണ് ഒന്നുകൂടി നല്ലത്. മിൻതഖത്ത് നൂഹ് ഫി വിലായ ഹരിയാന വാലിദുഹു ഫല്ലാഹ്. അല്ലെ, കറക്റ്റ് ആണ്. കാരണം മാസിൻ ആണ്, അത് കറക്റ്റ് അല്ല. അബ്ദുള്ള അല്ലായിരുന്നു. അപ്പൊ അബ്ദുള്ള യൻതമി ഇല മൻതിഖ നൂഹ് വിലായത്ത് ഹരിയാന വാലിദുഹു ഫല്ലാഹ്. അപ്പൊ കറക്റ്റ്. ഇവിടെ മാസിന്റെ സ്ഥാനത്ത് എന്താക്കണം? അബ്ദുള്ള എന്ന് ആക്കണം. ഓക്കെ, ബാക്കി കറക്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്യുക. എഴുതാനൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അറബി ഭാഷ സംസാരിച്ച് വിമർശ ചെയ്യുക. അറബി ഡോക്യുമെന്ററികൾ കാണുക. എന്നാൽ നിങ്ങൾക്ക് അറബി ഭാഷ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? ഫ്ലുവൻ്റ് ആയിക്കൊണ്ട് സംസാരിക്കാൻ കഴിയും. ഓക്കെ. بالتوفيق جزاكم الله خيرا. شكرا إن شاء الله. مع السلامة. السلام عليكم ورحمة الله وبركاته.